അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഭാഗ്യവാനാകുന്നു. നിന്റെ ആത്മാവിന് സൗഭാഗ്യം. നിന്റെ ഭാര്യ നിന്റെ ഭവന പരിസരത്തെ വിഷ്ണുമായ മുദ്ര പോലെ ആയിരിക്കും. നിന്റെ മകൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിന്തൈകൾ പോലെ ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യർ ഇപ്രകാരം അനുഗ്രഹീതനായിരിക്കും. നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ജീവിതകാലം മുഴുവൻ ഓർശ്രയത്തിന് ഐശ്വര്യം കാണുവാൻ നിനക്കിടയാകട്ടെ. നിന്റെ സന്താന പരമ്പരയും സമാധാനവും നീ കാണുവാൻ ഇടയാകട്ടെ. പുത്രനും ൃഹാദൂരിശായ്ക്കും സ്തുതി. കർത്താവിനെ കേട്ട് മാർഗങ്ങളിൽ വ്യാപരിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർ ഓർക്കുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയും. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിന്നെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ സകലത്തിലെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ പ്രമാണങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും ഞങ്ങളുടെ വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നീ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോചനമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയഭവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ